എന്നോട് ക്ഷമിക്കൂ ചേട്ടത്തിയമ്മേ. സന്ധ്യയെ വീട്ടിൽ വിട്ടിട്ട് അന്ന് തന്നെ ഞാൻ തിരിച്ചു വരാൻ ഒരുങ്ങിയതാണ്. സന്ധ്യയുടെ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം താമസിച്ചത്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? വൈദ്യമോനെ തിരക്കിപ്പോയ കൊച്ചേട്ടനെയും കാണുന്നില്ല. ചേട്ടൻ എങ്ങോട്ടാണ് പോയതെന്നറിയാമോ? രാജസ്ഥാനിലേക്കാണെന്നാ എനിക്ക് തോന്നുന്നത്. വിൽക്കാനിറന്നോ പാഷയോ എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താ മോഹൻ? രാജസ്ഥാനിലെ പാഷ, കൊള്ളക്കാരുടെ നേതാവ്. മോഹൻ അയാളെ അറിയാമോ? അറിയില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. നടന്നിടത്തോളം സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചിലതെല്ലാം എനിക്ക് ഊഹിക്കാൻ കഴിയുന്നു. ഇനി ചേട്ടനെയും ബൈജുമോനെയും കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു വരില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ വരെ എത്തി. വളരെയേറെ ബുദ്ധിമുട്ടിയിരിക്കും. എന്തു ചെയ്യാൻ വേണ്ടി വന്നു. നിങ്ങൾ വാക്ക് പാലിക്കുമെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. പക്ഷേ നിങ്ങൾ അതെല്ലാം പോട്ടെ. ഇനിയെങ്കിലും എന്റെ മകൻ എനിക്ക് വിട്ടുതരും. നിങ്ങളുടെ തൊഴിൽ എന്തായാലും നിങ്ങളും ഒരു മനുഷ്യനല്ലേ? മകനെ കാണാതായ അച്ഛന്റെ വേദന നിങ്ങൾക്കും മനസ്സിലാവില്ലേ? അച്ഛന്റെ വേദനയോ? അങ്ങനെയൊന്നുണ്ടോ? എനിക്കതറിയില്ല. എന്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നെങ്കിലും ഒന്ന് പറയൂ. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. എഴുതിത്തള്ളിയ കണക്ക് വീണ്ടും കൂട്ടി നോക്കുന്നത് വിഡ്ഢിത്തമാണ്. എഴുതിത്തള്ളിയ കണക്ക്? അതിരിക്കട്ടെ, നിങ്ങളുടെ ഹെലികോപ്റ്റർ എവിടെയാണ്? ഡൽഹിയിലുണ്ട്. വേണമെങ്കിൽ ഇനിയും നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം. നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. എന്റെ ആയുസ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യാം. എന്റെ മകനെ എനിക്ക് വിട്ടു തന്നാൽ മതി. ശരി, എന്ത് വേണമെന്ന് ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ ജഗദീഷ്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഇദ്ദേഹം മിസ്റ്റർ മോഹൻ. ഓർമ്മയുണ്ടോ? അന്നൊരിക്കൽ സന്ധ്യയുടെ കത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ കാര്യം എഴുതിയിരുന്നത് ഞാൻ പറഞ്ഞു. ഓ, ഐ സീ. ഗ്ലാഡ് ടു മീറ്റ് യു. മിസ്റ്റർ ജഗദീഷിനെ ഇനി പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തണ്ടല്ലോ. മിസ്റ്റർ മോഹനും നിങ്ങളുടെ ഇതുപോലെ പ്രശ്നവുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയിട്ട് വരാം. ഇരിക്കൂ. എന്റെ ഇതുപോലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ തുറന്നു പറയാം. പിണ്ണാക്ക് ഹേ, തവിട് ഹേ, സബ് കുച്ച് ഹേ. മുതലാളി, മുതലാളി. ഓ, ഉണ്ണികൃഷ്ണനോ? ഓ, എന്താ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ധാരാളം ഉണ്ട് മുതലാളി. എന്താ, നിനക്ക് സുഖമില്ലേ? ഒരു ക്ഷീണം പോലെ. എങ്ങനെ ക്ഷീണിക്കായിരിക്കും മുതലാളി? നാട്ടി വെച്ച് അപ്പ കറന്ന ചൂട് മാറാത്ത ദോ മൊന്ത പശുവും ദൂത്ത് പിയേ ചെയ്തിരുന്ന ഞാൻ ഇവിടെ വന്ന് ഈ ഒട്ടകത്തിന്റെ പുളിക്കുന്ന ദൂത്ത് പിയേ ചെയ്താ എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? വന്നപ്പോ ആന പോലെ ഇരുന്നതാ, ഇപ്പൊ മെലിഞ്ഞു ഒട്ടകത്തിനെ പോലെ ആയി. മേരാ ജീവൻ ബഹുത്ത് ബടാ കഷ്ട ഹേ മുതലാളി. നിന്നോട് ആര് പറഞ്ഞു ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ? പിന്നെ ഈ മരുഭൂമിയിൽ ദാഹിക്കുമ്പോ ഒട്ടകത്തിന്റെ പാലല്ലാതെ. ചുരുക്കത്തിൽ നിനക്കിവിടെ സുഖമില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉള്ളത് പറയാമല്ലോ. എനിക്ക് നാട്ടിലൊന്ന് പോണം, മനുഷ്യരൊക്കെ ഒന്ന് കാണണം. കുറച്ചു ദിവസം പശുവും പാലും തൈരും വെണ്ണയും നെയ്യും ഒക്കെ കഴിച്ച് എന്റെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കണം. പുഷ്ടി കർത്താവും. നീ നാട്ടിൽ പോയാൽ
ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യും? ഞാൻ ജീവിച്ചിരുന്നാലല്ലേ ഇവിടുത്തെ ജോലികളൊക്കെ നടക്കും. ഈ പരുവത്തിന് പോയ അധികം താമസിയാതെ ഞാൻ തന്നെ എന്റെ അസ്ഥി വാരി ചാക്കി കെട്ടി വെക്കേണ്ടി വരും. അതുകൊണ്ട് നാട്ടിൽ പോവാൻ എനിക്ക് കുറച്ച് പണം വേണം മുതലാളി. പണം വേണമല്ലേ? ആ നമുക്ക് ആലോചിക്കാം. തും ദിൽ അച്ഛാ ദിൽ ഹൈ. अरे ओ इधर आओ മുതലാളി जाओ. മുതലാളി ദിൽ ഭി തും ദിൽ ഭി അച്ചി ഭി. ചേട്ടനെയും ബൈജുവിനെയും രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലെന്ന് തോന്നുന്നു. കേട്ടു, എല്ലാം കേട്ടു. നിങ്ങൾ ഭാഷ അന്വേഷിക്കുന്നതിന്? അവന്റെ രക്തത്തിൽ എന്റെ കൈ കഴുകാൻ വേണ്ടി. കാര്യം എന്താണ് നിന്നോട് ചോദിക്കരുത് മോഹൻ. നിങ്ങളിവിടെ വന്നതിന് ശേഷം ഭാഷയെ കണ്ടിട്ടേ ഇല്ലേ? ഇല്ല, അവനെ ഇവിടങ്ങളിൽ വെച്ച് കണ്ടതായി പലരും എന്നോട് പറഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവനെ സൗകര്യത്തിന് കാണാൻ വേണ്ടി ഇനിയും കാത്തിരിക്കൂ. അല്ലാതെ നിവൃത്തിയില്ല. കൊള്ളക്കാരുടെ സങ്കേതത്തിൽ ചെന്ന് അവരെ പിടിക്കുക എന്നുള്ളത് ആർക്കും സാധിക്കുന്ന കാര്യമല്ല. അവരിടയ്ക്കിടയ്ക്ക് ഗ്രാമങ്ങൾ കൊള്ള ചെയ്യാനിറങ്ങും. അത്തരമൊരു സന്ദർഭവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഞാൻ. താമസിയാതെ ഞങ്ങൾ കണ്ടുമുട്ടു.